വലിയ രാഷ്ട്രീയ പോരിന് വഴിവെച്ച വഖഫ് നിയമ ഭേദഗതിയിൽ ഒടുവിൽ സൂപ്പർ ഹാപ്പി പ്ലോട്ട് ട്വിസ്റ്റ്. പോലീസിന്റെ ലിസ്റ്റിൽ റൗഡി എന്ന് പേരുള്ളവൻ ജനങ്ങളുടെ മനസ്സിൽ രാജാവായിരുന്നു. അതെ, ഇപ്പോൾ ഈ സിനിമാ വാചകം ഏറ്റവും കൂടുതൽ ചേരുന്നത് മറ്റാർക്കുമല്ല, അത് നമ്മുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിക്ക് തന്നെയാണ്. കടുത്ത പ്രതിഷേധത്തിനൊടുവിൽ വഖഫ് നിയമ ഭേദഗതി രാജ്യസഭയിലും പാസായി. ഇപ്പോൾ രാജ്യസഭയിൽ സൂപ്പർ ഹീറോകളായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. KCBCയും CBCയും എല്ലാം ഒരുപോലെ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ട വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കാൻ കേരളത്തിൽ നിന്നുള്ള 20-ൽ 19 എംപിമാർ തീരുമാനിച്ചപ്പോൾ അവിടെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ തൃശൂരിന്റെ മണിമുത്ത് സുരേഷ് ഗോപി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ മുനമ്പത്തിന്റെ ജനങ്ങളുടെ സ്വന്തം പ്രതിനിധി വാലും ചുരുട്ടി ഒരു മൂലക്കിരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മുനമ്പം ജനതയെ CPM ചതിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ 800-ലധികം പേരെ കൊന്നൊടുക്കിയ പാർട്ടിയാണ് CPM. മുനമ്പത്തെ 600 കുടുംബങ്ങളെ ചതിയിൽപ്പെടുത്തി വഞ്ചിച്ചിരിക്കുകയാണ്. ഇവർ രൂപീകരിച്ച രാമചന്ദ്രൻ നായർ കമ്മീഷനെ ഹൈക്കോടതി എടുത്ത് തോട്ടിൽ കളഞ്ഞു. നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം മുക്കുകയല്ല, കേരള ജനത ചവിട്ടിത്താഴ്ത്തും. അതിന് ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം എന്ന ഭേദമില്ലെന്നും ചവിട്ടിത്താഴ്ത്തിയിരിക്കുമെന്നും സുരേഷ് ഗോപി ആഞ്ഞടിച്ചു. ഭാരതത്തിലെ പൗരന്മാരുടെ നിലനിൽപ്പിനെ തന്നെ ഭാവിയിൽ ബാധിച്ചേക്കാവുന്ന ഒന്നാണ് വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ. ഇന്ന് ഞാനും നിങ്ങളും ഉറങ്ങുന്ന വീട് പോലും തങ്ങളുടേതാണെന്ന അവകാശവാദം ഉന്നയിച്ചാൽ ഇറങ്ങി കൊടുക്കേണ്ടി വരുമെന്നുള്ളപ്പോൾ തീർച്ചയായും സുരേഷ് ഗോപിയുടെ മാസ് ഡയലോഗിന് ജോൺ ബ്രിട്ടാസ് മാത്രമല്ല പ്രതിപക്ഷം മൊത്തത്തിൽ അർഹരാണ്. പാർലമെന്റിൽ മലയാളത്തിൽ സംസാരിക്കാനുള്ള അനുവാദം വാങ്ങി സുരേഷ് ഗോപി വെച്ച് കാച്ചിയ മാസ് ഡയലോഗുകൾ ശരിക്കും കേരള ജനത പറയാൻ ആഗ്രഹിച്ചതാണ്. ശരിക്കും കേരള ഭരണപക്ഷത്തിന്റെ മുഖത്തടിച്ച പ്രതീതിയായിരുന്നു കേരള ജനതയ്ക്ക്. വഖഫിന്റെ ഹിന്ദു ഭൂമി അധിനിവേശം ഉൾപ്പെടെ പുറത്തു വന്നിട്ടും മതപരമായ കാര്യങ്ങളിൽ BJP സർക്കാർ അനാവശ്യമായ ഇടപെടൽ നടത്തുന്നു എന്നതാണ് പ്രതിപക്ഷം ഒന്നടങ്കം ആരോപണം ഉന്നയിച്ചത്. ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്ന ഈ നിയമം എങ്ങനെ ഇവർ അനുകൂലിച്ചു എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അതിൽ എന്ത് അജണ്ടയാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടാണ് കണ്ടണമെല്ലാം തീരെഴുതി കിട്ടാനുള്ള നിയമം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഇല്ലാത്തത്? അത്തരമൊരു കാര്യത്തിൽ ഗൗരവകരമായ ചർച്ച നടക്കുമ്പോൾ സ്വന്തം സംസ്ഥാനത്തെ റെപ്രസെന്റ് ചെയ്യുന്ന MP-യുടെ കുറ്റം കണ്ടുപിടിക്കാനാണ് ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന MP ബ്രിട്ടാസ് ശ്രമിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകന്റെ ആളുകൾക്ക് ഭാരതം തീരെഴുതി കൊടുക്കുമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നുവോ എന്ന് പറയാനും പറ്റില്ല. മുനമ്പത്തെ ജനതയ്ക്ക് വാക്ക് നൽകിപ്പോയ കേരളത്തിലെ പ്രതിപക്ഷ MP-മാർ സഭയിലെത്തിയപ്പോൾ മൗനം പാലിച്ചത് നമ്മൾ കണ്ടതാണ്. വീണിടം വിഷ്ണുലോകമാക്കുക എന്നൊക്കെ പറയും പോലെ തോന്നിയ സ്ഥലം ഞമ്മന്റേതാക്കുക എന്ന നിയമമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പൊളിച്ചെഴുതുന്നത്. കോടതിക്ക് പോലും എതിർക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനം. ഹിന്ദു സ്ഥലങ്ങൾ സ്വന്തമാണെന്ന് അവകാശപ്പെടുന്ന പ്രസ്ഥാനത്തിന് കേന്ദ്രം മൂക്കുകയറിട്ട് കഴിഞ്ഞു. അതിപ്പോ ബ്രിട്ടാസിനെ പോലുള്ളവർ അനുകൂലിച്ചാലും പ്രതികൂലിച്ചാലും ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്ന് രാജ്യത്തെ കാലുവാറാനുള്ള പരിപാടി ഗുദാഹവ. ഇനി സുരേഷ് ഗോപിയെ പോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ മറ്റൊരു സൂപ്പർ ഹീറോയാണ് ജോർജ് കുര്യൻ. KM മാണിക്ക് ശേഷം ക്രൈസ്തവരുടെ ഇടയിൽ സ്വാധീനമുള്ള ഒരു ക്രൈസ്തവ നേതാവ് ഇല്ല എന്ന കുറവ് ഇനിയില്ല. കാരണം ജോർജ് കുര്യൻ തലയുയർത്തി വിളിച്ചു പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന്. കേരളത്തിലെ MP-മാർ മതസൗഹാർദ്ദത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ക്രിസ്ത്യാനികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ജോർജ് കുര്യൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വാദിച്ചു. ഓരോ ക്രിസ്ത്യാനിയും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. മതസൗഹാർദ്ദം വിളമ്പുന്ന ഇടതു വലതുപക്ഷം മറന്നച്ചിരുത് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. കോട്ടയത്ത് ക്രിസ്മസ് കരോളിന് നേരെ നടന്ന ആക്രമണം നടത്തിക്കൊണ്ടുള്ള DYFI പ്രവർത്തകരുടെ മതസൗഹാർദ്ദത്തെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇടുക്കി ബിഷപ്പിനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് ആക്രമിച്ചു. ഇവരാണ് ഉത്തരേന്ത്യയിൽ ക്രൈസ്തവരെ ആക്രമിക്കുന്നുവെന്ന് പറയുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും കാണിച്ചു കൂട്ടുന്ന നെറുകേടുകൾ അദ്ദേഹം സഭയിൽ തുറന്നു കാട്ടി. ഓരോ ക്രിസ്ത്യാനികൾക്കും പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു വെച്ചു. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേരള ജനതയുടെ ശബ്ദമായി താരങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ പ്രതിപക്ഷം. സത്യം പറഞ്ഞ കിളി ഇപ്പോഴും തിരിച്ചു വന്നിട്ടുണ്ടാകില്ല. മുനമ്പം ജനതയ്ക്ക് രക്ഷകനായി സുരേഷ് ഗോപി മാറിയപ്പോൾ അതേസമയം അവിടെ ഒരു താണ്ഡവം നടന്നു. മറ്റൊന്നുമല്ല, അത് നമ്മുടെ സുരേഷ് അണ്ണനെ ബ്രിട്ടാസ് അണ്ണൻ ചുമ്മാ അങ്ങുപോയി ചൊറിഞ്ഞു. പിന്നെ അങ്ങോട്ട് ടമാർ പടാർ. എംപുരാൻ സിനിമയെ ചുരുള്ള വിവാദങ്ങളിലാണ്
സുരേഷ് ഗോപി സംസാരിച്ചത്. എമ്പുരാൻ സിനിമയിലെ മുന്ന എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള ജോൺ ബ്രിട്ടാസിന്റെ ഉപമയായിരുന്നു ഇതിനാസ്പദം. വഖഫ് ഭേദഗതി ബില്ലിലെ ചർച്ചയിൽ രാജ്യസഭയിൽ സംസാരിക്കുകയായിരുന്നു MP ജോൺ ബ്രിട്ടാസ്. തൃശൂരിൽ ഒരു അബദ്ധം പറ്റിയെന്ന നിയമം പോലെ BJPയുടെ ലോക്സഭ അക്കൗണ്ട് പൂട്ടുമെന്നും സുരേഷ് ഗോപി MPയെ എമ്പുരാൻ സിനിമയിലെ മുന്ന എന്ന കഥാപാത്രത്തോട് ഉപമിക്കുകയും ചെയ്ത ജോൺ ബ്രിട്ടാസ് ഇതുപോലുള്ള മുന്നമാരെ തിരിച്ചറിയാനുള്ള കഴിവ് മലയാളികൾക്കുണ്ടെന്നും പറഞ്ഞു. ഇതിനുള്ള സുരേഷ് ഗോപി MPയുടെ മറുചോദ്യങ്ങളിൽ ബ്രിട്ടാസിന്റെ വായടഞ്ഞു. വാ അടക്കാനുള്ളത് തന്നെയാണെന്ന് സുരേഷ് ഗോപി ചോദിച്ചതും എങ്ങനെ മറുപടി നൽകാൻ കഴിയുമെന്നാണ്. ജോൺ ബ്രിട്ടാസ് എമ്പുരാൻ സിനിമയെ കുറിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് TP51 എന്ന സിനിമ റിലീസ് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റിലീസ് ചെയ്യാൻ ധൈര്യമുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ? ഈ രണ്ട് സിനിമകൾ റിലീസ് ചെയ്യാൻ അവർക്ക് ധൈര്യമുണ്ടോ? അങ്ങനെ ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ അവർക്ക് എമ്പുരാന് വേണ്ടി അലറി വിളിക്കാം. എമ്പുരാന്റെ നിർമ്മാതാക്കൾക്ക് മുകളിൽ സെൻസർ ചെയ്യാനുള്ള പ്രഷർ ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞ എങ്ങനെയൊരു പ്രതികരണം തന്നെയല്ലേ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരുന്നത്. പുറത്തു വല്ലവുമായിരുന്നിൽ ഇത്ര ക്ഷമ ഉണ്ടാകുമായിരുന്നോ എന്നത് സംശയമാണ്. രാജ്യം നേരിടുന്ന ഒരു അപകടം, രാജ്യത്തെ അപകടത്തിലേക്ക് എത്തിക്കാവുന്ന ഒരു സംഭവത്തെക്കുറിച്ചുള്ള രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു ചർച്ചയിൽ പോലും വ്യക്തി വൈരാഗ്യം തീർക്കാനാണ് ബ്രിട്ടാസ് ശ്രമിച്ചത്. എന്തൊക്കെയായാലും സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ജനമനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു. ഈ 2 ദിവസം കൊണ്ട് സത്യം എന്താണെന്ന് ജനങ്ങൾ അറിഞ്ഞു, അല്ല അറിയിച്ചു. ഇനിയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് പോകാമെന്നുള്ള ഉദ്ദേശമൊന്നും നടക്കില്ല മക്കളെ. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ, അല്ല പിടിക്കപ്പെട്ടു. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്.